സോക്സുകൾ നമുക്കെല്ലാവർക്കും പരിചിതമാണല്ലോ. സോക്സ് ഉപയോഗിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. എന്നാൽ ഈ സോക്സിന്റെ കഥ എത്ര പേർക്കറിയാം? നമുക്ക് സോക്സിന്റെ ചരിത്രം ഒന്ന് നോക്കാം. പുരാതന കാലത്ത് സോക്സുകൾ ആഡംബര വസ്തുവായി കണക്കാക്കപ്പെട്ടിരുന്നു. പലപ്പോഴും ഇത് സമ്പത്തും സാമൂഹിക പദവിയുമായി ബന്ധപ്പെട്ടിരുന്നു. നിർമ്മാണം അധ്വാനം നിറഞ്ഞ പ്രക്രിയയായിരുന്നു. അതിനാൽ തന്നെ അവ ചെലവേറിയതും പ്രാഥമികമായി സമ്പന്നർക്ക് ആക്സസ് ചെയ്യാവുന്നതും മാത്രമായിരുന്നു. ഉദാഹരണത്തിന്, മധ്യകാലഘട്ടത്തിൽ സോക്സുകൾ സിൽക്ക്, വെൽവെറ്റ് തുടങ്ങിയ വസ്തുക്കളിൽ നിന്നാണ് നിർമ്മിച്ചിരുന്നത്. അവയുടെ സങ്കീർണമായ ഡിസൈനുകളും സമ്പന്നങ്ങളായ നിറങ്ങളും കുലീനതയുടെ പ്രതീകങ്ങളായിരുന്നു. സോക്ക് എന്ന പദത്തിന് തന്നെ രസകരമായ ഒരു ഉത്ഭവമുണ്ട്. സോക്കസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. പുരാതന റോമിലെ അഭിനേതാക്കൾ ധരിക്കുന്ന ഇളം കുതികാൽ ഷൂ അല്ലെങ്കിൽ സ്ലിപ്പറിനെ സോക്കസ് പരാമർശിക്കുന്നു. കാലക്രമേണ ഈ പദം ആധുനിക സോക്ക് ഉൾപ്പെടെ വിവിധ പാദ കവറുകൾ ഉൾക്കൊള്ളുന്ന അർത്ഥമായി മാറി. 1589 നിറ്റിംഗ് മെഷീൻ കണ്ടുപിടിച്ചതോടെ സോക്ക് ഉൽപാദനത്തിന്റെ പരിണാമം ഒരു പ്രധാന വഴിത്തിരിവായി. ഇത് വേഗത്തിലും കാര്യക്ഷമമായും നിർമ്മാണം അനുവദിച്ചു. ഈ കണ്ടുപിടുത്തം സാധാരണ ജനങ്ങൾക്ക് സോക്സുകൾ കൂടുതൽ ലഭ്യമാക്കി. ക്രമേണ അവയെ സമ്പത്തിന്റെ പ്രതീകത്തിൽ നിന്ന് ഒരു സാധാരണ വീട്ടുവസ്തുവാക്കി മാറ്റി.